ഈ പേര് ഒക്കെ പറഞ്ഞിട്ടാണോ ഇപ്പൊ പുതിയ വിഷയം? അതാണോ ഈ പേര് രേണുസുതി വീട്ടിലിട്ട പേരാണ്? രേണുസുതി, രേണു എന്നായിരുന്നു എന്റെ യഥാർത്ഥ പേര്. എന്റെ അമ്മയുടെ ചരിത്ര മകൻ ഇട്ട പേരാണ് കുഞ്ഞിന്. രേണു എന്നുള്ളതാണ് എന്റെ പേര്. സ്കൂളിൽ ചേർക്കാൻ നേരത്തെ അമ്മയുടെ ഒരു വർഷം മുഴുവനും സ്കൂളിൽ വെറുതെ ഇരുന്നപ്പോ രേണു തങ്കച്ചൻ. അപ്പം എന്റെ ഒരു അമ്മയുടെ കൂട്ടുകാരി ക്ഷേമ ടീച്ചർ എന്നൊരു ടീച്ചറാണ്, നമുക്ക് ഇവക്ക് രേണു എന്ന് വേണ്ട, രേഷ്മ എന്നൊരു പേരിടാണ്. പക്ഷെ എനിക്ക് ആ പേര് ഇഷ്ടമില്ലായിരുന്നു, ഉള്ള കാര്യം പറയാലോ. അപ്പൊ ആ രേഷ്മ എന്നുള്ള പേര് സ്കൂളിൽ മാത്രം രേഷ്മ തങ്കച്ചൻ സർട്ടിഫിക്കറ്റ്. പക്ഷെ എല്ലാരും എന്നെ രേണു തന്നെ. സുധിച്ചേട്ടനും ഇഷ്ടം രേഷ്മ എന്ന് പറഞ്ഞു. സുധിച്ചേട്ടൻ പകുതി കഴിഞ്ഞപ്പോഴാണ് കണ്ടത് ഇത് രജിസ്റ്റർ മാരേജ് ചെയ്ത് പറഞ്ഞു രേഷ്മയോ അതാരാ? ഞാൻ പറഞ്ഞു സുധിച്ചേട്ടൻ ഞാൻ തന്നെ. ഔട്ടെ നിന്റെ പേര് രേഷ്മ എന്നാണ്. അത് വേണ്ടടി, രേണു തന്നെ മതി. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഇതിലൊക്കെ ഈ പേരായില്ലോ ഒഫീഷ്യൽ, നമ്മൾ രേഷ്മ എന്നല്ലേ ഇടാൻ പറ്റുന്നത്, നിങ്ങൾ എന്നെ രേണു എന്ന് വിളിച്ചാൽ മതി. അപ്പൊ എല്ലാരും രേണു എന്നാണ് അറിയപ്പെടുന്നത്. രേണു സുധീൻ തന്നെയാണ് ഇപ്പോഴും ഞാൻ അറിയപ്പെടുന്നത്. പിന്നെ എവിടെയെങ്കിലും സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രേണുസുധീനെ കുറിച്ചുള്ള കഥകൾ മാത്രമേ കേൾക്കാനുള്ളൂ. രേണുസുധി പണ്ട് അങ്ങനെയായിരുന്നു, രേണുസുധി കുറേ പേരെ പറ്റിച്ചു, രേണുസുധി അവരെ പറ്റിച്ചു, ഇവരെ പറ്റിച്ചു, സുധിയേട്ടനെ പറ്റിച്ചു. അപ്പോൾ സുധിയേട്ടൻ മരിച്ചതിന് ശേഷമാണ് രേണുസുധീനെ 4 ആൾ അറിയാൻ വേണ്ടി തന്നെ തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം, അതായത് സുധിയുടെ മരണത്തിന് ശേഷം ഇവർക്ക് എങ്ങനെയെങ്കിലും ജീവിക്കണമല്ലോ, അതിനുവേണ്ടി ഇവർ സോഷ്യൽ മീഡിയയിൽ ഷോർട്ട് ഫിലിമായിട്ടും വെബ് സീരീസ് ആയിട്ടും പിന്നെ കുറച്ച് ഇൻ്റർവ്യൂകളായിട്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേണുസുധീൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്നേരം എടുത്ത് അതിനെ പൊരിച്ചടുക്കി അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചാനലുകൾ ഉണ്ട് ഇപ്പം നിലവിൽ. അപ്പോൾ രേണുസുധി ചെയ്യുന്ന എല്ലാം കറക്റ്റാണെന്നോ, അല്ലെങ്കിൽ രേണുസുധി നമ്പർ 1 സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്നോ, രേണുസുധിയാണ് ശരിയെന്നോ നമ്മൾ എവിടെയും പറയുന്നില്ല. പക്ഷേ രേണുസുധി എന്ത് ചെയ്താലും, അല്ലെങ്കിൽ രേണുസുധീൻ്റെ പഴയകാല ചരിത്രങ്ങൾ കുത്തിപ്പൊക്കി കുറേ വീഡിയോസ് കണ്ട് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ശരി, വെറുതെ ഇരിക്കുന്ന സമയത്ത് കണ്ടൻ്റൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പം എന്നാൽ പിന്നെ രേണുസുധീൻ്റെ പഴയ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് പോയി നോക്കാം എന്നൊക്കെ വിചാരിച്ച് പോയി തപ്പിയെടുത്ത് കണ്ടെത്തി. ഇപ്പോൾ രേണുസുധി എന്നുള്ള പേര് കേട്ടാൽ തന്നെ റീച്ചാണല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരായിരിക്കാം ചിലപ്പം. ഓക്കെ, പക്ഷേ രേണുസുധീനെ നമ്മൾ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടു, ഇന്നൊരു വീഡിയോ കണ്ട് രേണുസുധി നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാൻ ചെയ്ത അതേ ഉഡായിപ്പുമായിട്ട് വന്നിട്ടുണ്ട്. അത് അത്ര നല്ല സ്വഭാവമല്ല. അതായത് രേണുസുധി ഒരു വീട് വിൽക്കുന്നതിന് വേണ്ടി എന്താ ചെയ്യുന്നത്? നറുക്കെടുപ്പ് 500 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വീട് കിട്ടും എന്നുള്ള പരിപാടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ആദ്യം നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇല്ലേ, അതായത് രേണുസുധീൻ്റെ ഒരു ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂവിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രേണുസുധീനെ കുറിച്ച് ഇതേപോലെ ആരോ ഒരു വീഡിയോ ഇട്ടു, കമൻ്റ് ഇട്ടു. അതായത് രേണുസുധീൻ്റെ യഥാർത്ഥ പേര് രേണു എന്നല്ല, രേഷ്മ എന്നായിരുന്നു. രേണു നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം രേഷ്മ എന്നായിക്കോട്ടെ, നമ്മുടെ അഞ്ജലി എന്നായിക്കോട്ടെ, അഞ്ജു എന്നായിക്കോട്ടെ, മറ്റേ നമ്മുടെ അശ്വതി അച്ചു എന്നായിക്കോട്ടെ, അതിനൊക്കെ നമുക്കെന്താണ് പ്രശ്നം? രേണുസുധീൻ്റെ ഇഷ്ടമല്ലേ പണ്ട് രേഷ്മ എന്ന് ഇടണമെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന രേണു എന്ന് ഇടണമെന്നോ, അതൊക്കെ അവരുടെ ഇഷ്ടം, അവരെന്ത് വേണേലും ഇട്ടോട്ട്. അതൊക്കെ എന്തിനാ പോയി തപ്പാൻ നിൽക്കുന്നത്? എവിടെയോ ഏതോ ഒരു കമൻറ്റ് ബോക്സിൽ ആരോ ഇട്ടു, ഇവളുടെ പേര് രേണു എന്നല്ല, ഇവള് രേഷ്മയാണ്, ഇവള് നാട്ടുകാരെ പറ്റിക്കുവാണ്. ഇപ്പം ഇത് രേഷ്മയാണെങ്കിൽ ശരി, രേണു ആണെങ്കിലും നമുക്കൊന്നുമില്ല. രേണു എന്ത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ആളുകൾ നോക്കുന്നുള്ളൂ. രേണുവിൻ്റെ പേരെന്താണെന്നോ അല്ലെങ്കിൽ രേണുവിൻ്റെ കുടുംബത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊന്നും ഇവിടെ നാട്ടുകാർക്ക് ആർക്കും വലിയൊരു പുത്തിരിയുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതാണ് ആദ്യം കാണിച്ച ആ ഒരു വീഡിയോയിലത്തെ സംഭവം. അതായത് രേണുവിൻ്റെ പേര് രേഷ്മ എന്നായിരുന്നു, അത് രേഷ്മ എന്നുള്ളത് രേണു മറച്ചു വെച്ചിട്ടാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ എവിടെയൊക്കെ കമൻറ്റ് കണ്ടു. ഓക്കെ, അതൊന്നും നമ്മുടെ വിഷയമേ അല്ല. നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രേണുസുധിയും രേണുസുധീൻ്റെ ഇപ്പോഴത്തെ നായകനും ഒരു ഉഡായിപ്പുമായിട്ട് വന്നിട്ടുണ്ട്. ആ ഉഡായിപ്പ് ആണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതൊരു നറുക്കെടുപ്പാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ആ ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. 500 രൂപ ഒരു വീടാണ് ഗൈസ്, വേറെ നല്ല 2500 സ്ക്വയർ ഫീറ്റ് കിടിലൻ വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. വീട് മാത്രമല്ല, 2ാം സമ്മാനം എന്ന് വരുന്നത് പുതിയൊരു അടിപൊളി സ്വിഫ്റ്റ് ആണ്. അതുപോലെ തന്നെ 3ാം സമ്മാനം എന്ന് പറയുന്നത് ജാവയുടെ ഒരു അടിപൊളി ബൈക്കാണ് ഗൈസ്. അതെ, 4ാം സമ്മാനമായിട്ട് വരുന്ന 5 പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ്. അതുപോലെ 5ാം സമ്മാനമായിട്ട് വരുന്നത് 50 പേർക്കുള്ള സ്വർണ്ണ നാണയം. മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടി ഉള്ളത്. സത്യം പറയുകയാണെങ്കിൽ നിങ്ങളാണ് ഇതിന്റെ ഭാഗ്യശാലി. കാരണം അല്ല, നിങ്ങൾ ലൈവായിട്ടാണ് ഇത് നറുക്കെടുക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നതും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീട് ജസ്റ്റ് ഒന്ന് കാണാൻ നിങ്ങൾക്കൊരു കിടിലൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞേട്ടൻ
പാണ്ടിക്കാട് കുഞ്ഞേട്ടൻ 1000 രൂപയായിട്ട് വന്നിട്ട് നമുക്ക് ഇതേപോലെ 70 ലക്ഷം രൂപേൻ്റെ വീട് നമുക്ക് ഓഫർ ചെയ്തതാണ്. 1000 രൂപ കൊടുത്ത് പറ്റിക്കപ്പെട്ടിട്ടുള്ള 1000-ഓളം പേര് നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. എന്നിട്ടാണ് പുതിയൊരു ഉടായിപ്പുമായിട്ട് രേണുസുധീൻ ടീമും വന്നിട്ടുള്ളത്. 500 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു വീട് കിട്ടും. മാത്രമല്ല 2ാം സമ്മാനമായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് സ്വിഫ്റ്റ് കാറാണ്. പിന്നെ 3ാം സമ്മാനമായിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത് ഒരു 5-6 ബൈക്ക് കിട്ടും, അല്ല ഒരു ബൈക്ക് കിട്ടും. പിന്നെ അതിനുശേഷം 4ാം സമ്മാനമായിട്ട് ഒരു 3-4 സ്കൂട്ടി കിട്ടും. പിന്നെ സ്വർണ്ണ നാണയം കിട്ടും. അങ്ങനെ പലതും കിട്ടും. ഇതൊക്കെ കിട്ടുന്ന ആർക്കാണ്? ഈ പറയുന്ന നറുക്കെടുക്കുന്ന ടീമിൻ്റെ വേണ്ടപ്പെട്ടവർക്കും കൂട്ടുകാർക്കൊക്കെ ആയിരിക്കും. അത്രയേ ഉള്ളൂ. അത് നമ്മൾ കണ്ടതാണ്. പാണ്ടിക്കാട് കുഞ്ഞേട്ടൻ്റെ നറുക്കെടുപ്പും ആർക്കൊക്കെ നറുക്കെടുത്തിട്ട് കിട്ടി എന്നുള്ളതും നമ്മൾ ഓൾറെഡി കണ്ടതുമാണ്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞതുമാണ്. അപ്പം ഈ 500 രൂപ എന്ന് കേൾക്കുമ്പോഴത്തേക്കും 500 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കിട്ടില്ല വീട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഈ ഒരു കുഴിയിൽ ചാടാൻ വേണ്ടി പോകുന്നവരോടാണ് പറയുന്നത്, പക്ക ഉടായ്പാണ്. ഉടായ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ രേണുസുധി ഈ ഒരു പരസ്യമായിട്ട് വന്നല്ലോ, ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഓണർ ആരാണെന്നോ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്താണെന്നോ ഒന്നും പറയുന്നില്ല. എന്തോ മലപ്പുറത്ത് ഒരു സ്ഥലത്ത് ഈ സാധനം കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ സമ്മാനത്തുകയായിട്ട് കൊടുക്കും എന്നുള്ള ഡയലോഗി മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഡീറ്റെയിൽസും വെച്ചിട്ടില്ല. നിങ്ങളൊരു 500 രൂപ കൊടുത്ത് ഇതെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ 500 രൂപ പോയി എന്നല്ലാണ്ട് വേറെ ഒരു ഗുണവും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ സൂക്ഷിച്ചോ, ഇത് പക്ക ഉടായ്പാണ്. ഇത്രയും നാൾ രേണുസുധി ചെയ്തതും പറഞ്ഞതും ഒന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലാത്തത് കൊണ്ട് നമുക്കതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇത് നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് രേണുസുധീനെക്കുറിച്ച് ഈ ഒരു കാര്യത്തിൽ പറയാതിരുന്ന ശരിയാവില്ല. രേണുസുധി ഇപ്പം നിലവിൽ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആളുകൾ നെഗറ്റീവ് പറയാനാണെങ്കിൽ പോലും രേണുസുധീൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഈ പറയുന്ന വീടിൻ്റെ ഓണർ ആരാണെങ്കിലും കളിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് രേണുസുധീനെ മുന്നിൽ നിർത്തി ഇതങ്ങോട്ട് പരസ്യം ചെയ്യുക, എന്നിട്ട് 500 രൂപ വെച്ചിട്ട് നാട്ടുകാരുടെ നിന്ന് പിരിച്ചെടുത്തിട്ട് ഒരു കള്ള ബമ്പർ നറുക്കെടുപ്പ് നടത്തി നാട്ടുകാരെ പറ്റിച്ച് ഇവർക്ക് ഈ പറയുന്ന വീടും വിറ്റ് പൈസയും മേടിച്ച്, ഇനിയിപ്പോൾ ഇത് അടിച്ചാൽ തന്നെ ഈ അടിച്ച ആളെന്ന് പറയുന്നത് ഈ വീടിൻ്റെ ഉടമസ്ഥൻ്റെ ബന്ധുവോ അല്ലെങ്കിൽ കൂട്ടുകാരനോ അങ്ങനെയൊക്കെ ആയിരിക്കും. കാരണം നമ്മൾ കണ്ടല്ലോ, പാണ്ടിക്കാട് കുഞ്ഞേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഫോളോവേഴ്സുള്ള ആൾ തന്നെ വന്നിട്ട് നമ്മളെ പറ്റിച്ച്. എന്നിട്ടോ പറ്റിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം കുഞ്ഞേട്ടൻ്റെ ഫേസ്ബുക്ക് പേജ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ കുഞ്ഞേട്ടനെ ആളുകളെല്ലാം കൂടി വെറുതെ ചീത്ത വിളിക്കുന്ന പോലെയാണ് ഓരോ പോസ്റ്റ് ഇടുന്നതും. ഇങ്ങനെയാണ്, ഈ പോസ്റ്റിൻ്റെ അടിയിൽ വന്ന് തെറി കമൻ്റ് ഇടുന്നവർ ഇടുക, എനിക്കൊരു പ്രശ്നമില്ല, ഒരു നാണോ മാനോ ഇല്ലാണ്ട് വന്നിട്ട് ഇങ്ങനത്തെ പോസ്റ്റ് ഇട്ടിട്ട് വീണ്ടും ഒരു ഉളുപ്പുണ്ടെങ്കിൽ കുറച്ച് നാളെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടേക്കും. അങ്ങനത്തെ ഒരു ഉളുപ്പും ഇല്ലാണ്ട് വന്നിട്ട് ഡയലോഗ് അടിക്കുന്നതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആര്? കുഞ്ഞാൻ, പാണ്ടിക്കാട് കുഞ്ഞാൻ. അപ്പോൾ അതേപോലെ തന്നെ ഈ പറയുന്ന രേണുസുധീനെ ഇങ്ങനെ വളരാൻ വേണ്ടി വിട്ടുകൂടാ. അതായത് നാട്ടുകാരുടെ കയ്യിൽ നിന്നും പൈസ പറ്റിച്ച് ഈ പറയുന്ന ആളുകൾക്ക് ഉണ്ടാക്കി കൊടുത്ത് അതിൽ നിന്നൊരു അംശം പറ്റി ജീവിക്കാൻ വേണ്ടിയിട്ട് രേണുസുധി അല്ല ഏത് വലിയ ഇൻഫ്ലുവൻസർ ആണെങ്കിലും സമ്മതിക്കാൻ പാടില്ല. ഇപ്പം നമ്മുടെ ഖാദർ കരിപ്പൊടി ആണെങ്കിലും ഈ ഒരു പരിപാടിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ആദ്യം നറുക്കെടുക്കുമെന്ന് പറഞ്ഞ ഡേറ്റിൽ നറുക്കെടുത്തിട്ടില്ല, ഇപ്പം വീണ്ടും നീട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഖാദർ കരിപ്പൊടി പറയുന്നത് ആ ഒരു ആൾ, അതായത് വീടിൻ്റെ ഉടമസ്ഥൻ ഒരു പേഷ്യൻ്റാണ്, അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ രേണുസുധീൻ്റെ ഈ ഒരു വീഡിയോയിൽ രേണുസുധി ഇപ്പം വന്നിട്ടുള്ള ഈ ഒരു പരസ്യത്തിൽ രേണുസുധി എന്തിനു വേണ്ടിയിട്ട് ഈ വീട് വിൽക്കുന്നു എന്ന് പറയുന്നില്ല. ഓക്കെ, അതിപ്പം ഇതൊരു ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു വീട് ഉണ്ടാക്കുക, എന്നിട്ട് നാട്ടുകാരോട് 500 രൂപ വെച്ചിട്ട് ഇടാൻ പറയുക, എന്നിട്ട് നറുക്കെടുത്തിട്ട് കൊടുത്തില്ല, അത്രയേ ഉള്ളൂ. ഇതൊക്കെ ആരെങ്കിലും ചോദിക്കാൻ വേണ്ടി പോകും? ആരും ചോദിക്കില്ല. പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ആ ഒരു കേസ് ഞാൻ വീണ്ടും പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിൽ പറ്റിക്കപ്പെട്ടവർക്ക് ഇതിൻ്റെ പുറകെ പോകാനും പറ്റുന്നില്ല, ഈ പറ്റിച്ചവരാണെങ്കിൽ ഞെളിഞ്ഞൊളിഞ്ഞ് നടക്കുന്നുമുണ്ട്. ഇതാണ് അവസ്ഥ. അപ്പം രേണുസുധീൻ്റെ ബാക്കിയുള്ള ഒരു കാര്യത്തിൽ നമുക്ക് ഒരു പ്രശ്നമില്ല, എന്തെങ്കിലും ആക്കിക്കോട്ടെ. പക്ഷേ രേണുസുധി ഇത് ചെയ്യുന്നത് ഭയങ്കര മോശമാണ്. അതായത് നാട്ടുകാരെ പറ്റിച്ച്, ഒന്നാമത് കേരളത്തിൽ ഇത് ഇല്ലീഗലാണ്. ഇങ്ങനൊരു പരിപാടി കേരളത്തിൽ പറ്റൂല. എന്നിട്ടാണ് കേരളത്തിൽ തന്നെ വീട് വെച്ചിട്ട് അത് നാട്ടുകാരെ കൊണ്ട് ടിക്കറ്റായിട്ട് മേടിപ്പിച്ചിട്ട് ഇവിടെ നറുക്കെടുത്തിട്ട് കൊടുക്കും എന്ന് പറയുന്നത്. കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇമാതിരി ഉഡായിപ്പ് പരിപാടിയായിട്ട് രേണുസുധി ഇനി ഇറങ്ങാൻ പാടില്ല. കാരണം വെച്ചാൽ ഒന്നാമത് രേണുസുധിക്ക് നെഗറ്റീവോട് നെഗറ്റീവാണ്. അതിൻ്റെ കൂട്ടത്തിൽ
ഇങ്ങനത്തെ ഉടായ്പ പരിപാടിയും കൂടെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരാളും രേണുസുധീൻ്റെ കൂടെ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് ഉടായ്പ പരിപാടിയാണ്, ഇതിനാരും സപ്പോർട്ടും ചെയ്യൂല. രേണുസുധി ഈ പരിപാടിയിൽ നിന്നും പിന്മാറുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ 500 രൂപ കൊടുത്ത് ഈ ഒരു ബമ്പർ എടുക്കാൻ വേണ്ടി നിൽക്കുന്നവരോടാണ് വെറുതെ 500 റുപ്യ കളയാന്നുള്ളൂ. ആ 500 റുപ്യ ഉണ്ടെങ്കിൽ ഒരു 10 കിലോ അരി കിട്ടും. 10 കിലോ അരി മേടിച്ച് നല്ല കർക്കിടക മാസമൊക്കെ വരുന്നത്, നല്ല കഞ്ഞിയെല്ലാം കൂട്ടിച്ച് നമുക്ക് കാന്താരി മുളകെല്ലാം കൂട്ടി വീട്ടിൽ നിന്ന് കഞ്ഞി കുടിച്ച് നടക്കാം. അല്ലാണ്ട് വെറുതെ 500 റുപ്യ കൊടുത്തൊരു വീട് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കുഴിയിൽ പോയി ചാടാൻ വേണ്ടി നിൽക്കണ്ട. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.